ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് ഷാനൂക്കാക്കി കൊടുത്തല്ലോ. ശരിക്കും പറഞ്ഞാൽ ഷാനൂക്ക വീണ്ടും അബദ്ധം കാണിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിനൊന്ന് അറിയണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഷാനവാസിനൊരു ടാസ്ക് കൊടുത്താൽ ഷാനവാസ് അത് കുളമാക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന സീക്രട്ട് ടാസ്കോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒന്നും കാണാതെ വന്ന ഷാനൂക്കാക്ക് ഇനിയൊരു അവസരം കൊടുത്ത് നോക്കിയാൽ ഷാനൂക്ക ഒന്ന് മിന്നിച്ചാലോ എന്നെങ്ങാനും കരുതിയിട്ടായിരിക്കാം ബിഗ് ബോസ് ആ ടാസ്ക് ഷാനവാസിന് തന്നെ കയ്യോടെ ഏൽപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ മുന്നും പിന്നും ചിന്തിക്കാതെ ഷാനവാസ് പേഴ്സണൽ ഗ്രഡ്ജസ് എടുത്ത് ആതിരയുടെ മുകളിൽ തന്നെ അങ്ങ് വെച്ചു കൊടുത്തു. ശരിക്കും കാണിച്ച മണ്ടത്തരം അത് തന്നെയാണ് ആദില. ശരിക്കും ബിഗ് ബോസിനോട് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ഔട്ട് ആകുമോ, ശരിക്കും എവിക്റ്റ് ആകുമോ, ആകില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി എങ്ങാനും ബിഗ് ബോസ് ഇത് മിഡ് വീക്ക് എവിക്ഷൻ ആക്കി എവിക്റ്റ് ആക്കുകയാണെങ്കിൽ ആദില അങ്ങ് പോട്ടെ എന്ന് കരുതി തന്നെയാണ് ഷാനവാസ് അത് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആദിലയെ എവിക്റ്റ് ചെയ്യാൻ ഷാനവാസിന് മാത്രമേ പോയിന്റുകളുള്ളൂ. ഒരു 6 പേരെ സംഘടിപ്പിച്ച് ആദിലയുടെ പേര് ആ ഒരു എവിക്ഷൻ നോമിനേഷനിൽ പറയുക, മിഡ് വീക്ക് എവിക്ഷനിലേക്ക് പറയുക എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊന്നും ഷാനവാസ് ചിന്തിച്ചില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അനീഷിന്റെ പേരോ അനുമോളുടെ പേരോ പറഞ്ഞാൽ ഉറപ്പായിട്ടും അധികം ആരെയും കൺവിൻസ് ചെയ്യാതെ തന്നെ ഉറപ്പായിട്ടും 100-ൽ 110% അക്ബർ അനുമോളെ എവിക്റ്റ് ചെയ്യാൻ പറയും, നെവിൻ 100% പറയും. പിന്നെ ഈ പറയുന്ന കണക്ക് മറ്റേ ആര്യൻ, സാബുമാൻ, ലക്ഷ്മി, ഇവരെ ഇത്രയും പേരെ നമുക്ക് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യിക്കാതെ തന്നെ അനുമോളെ എവിക്റ്റ് ആക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. സോ ഷാനവാസിന് അങ്ങനെ ചിന്തിക്കാമായിരുന്നു. അനീഷിന്റെ കാര്യമാണെങ്കിലും ഈ സിമിലർ കാര്യമാണ്. അനീഷിനെയും ഈ പറയുന്ന എല്ലാവരും എവിക്റ്റ് ആക്കാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയേനെയായിരുന്നു. ഏതായാലും ശരി, ഷാനവാസ് കുറച്ച് റിസ്ക് എടുത്തു, ആതിരയുടെ പേര് പറഞ്ഞു. പക്ഷേ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ എളുപ്പമാണ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. കാരണം ഓൾറെഡി ഒരു സീക്രട്ട് ടാസ്ക് നടന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സീക്രട്ട് ടാസ്ക് ഇവിടെ നടക്കും എന്ന് ഈ ഷാനവാസ് പോയി പറയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാം. പക്ഷേ ഷാനവാസിന് കാര്യം അത്ര അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. ഈ പറയുന്ന 6 പേരോട് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇതൊരു എവിക്ഷൻ ഫേക്ക് ആണ്, നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാം എന്ന് വേണമെങ്കിൽ അവരോട് പറയാമായിരുന്നു. എല്ലാവരുടെ പറയരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പകരം ഈ ഇൻവോൾവ് ആകുന്ന ആൾക്കാരോട് വേണമെങ്കിൽ പറയാം. അതിൽ ഏതെങ്കിലും 1-2 പേരെടുത്ത് മാത്രം ഇത് ഫേക്ക് ആണെന്ന് പറയാതിരുന്നിട്ട് ബാക്കിയും ചെയ്യാം. പക്ഷെ എന്തായാലും ശരി, ഷാനവാസ് ഫൈനലി സക്സസ് ആയിട്ടുണ്ട്. അതായത് സാബുമാൻ, ലക്ഷ്മി ഇവർ രണ്ടുപേരും പേഴ്സണലി പോയി പറയുന്നു, അവർ ഓക്കെ ആവുന്നുണ്ട്. അക്ബറിനെ കൊണ്ടിട്ട് നെവിനെയും ആര്യനെയും കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും ഓക്കെ ആവുന്നുണ്ട്. ഇനി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അതിലെ ഔട്ടാക്കുന്ന ആ ഒരു സെറിമണിയാണ് നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനിപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് കാണാൻ പറ്റുക. ലൈവിൽ ഇപ്പോൾ പകുതിയോളം ആയിട്ടേ ഉള്ളൂ. ഈ പറയുന്ന എവിക്ഷനിലേക്ക് ബിഗ് ബോസ് കടന്നിട്ടില്ല. സത്യത്തെ അത് ഇത്രയും ലാഗ് ആവാൻ കാരണവും ഈ ഷാനവാസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസിന്റെ അടുത്ത് ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരെയും കൺവിൻസ് ചെയ്യണമെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷാനവാസ് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, ആരോടും പറയാതെ. ബിഗ് ബോസ് വിളിച്ച് ഇനി ബിഗ് ബോസ് പറഞ്ഞാലേ കൺവിൻസ് ചെയ്യാൻ ഇറങ്ങി തിരിക്കത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞ്, എന്താ ഷാനവാസേ, സമയം പോകുന്നു, വേഗം ആവട്ടെ, ഷാനവാസ് കൺവിൻസ് ചെയ്ത് നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഷാനവാസിന്റെ അടുത്ത് വീണ്ടും വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടാണ് ഈ ഒരു സീക്രട്ട് ടാസ്കിന്റെ കാര്യം വീണ്ടും ബിഗ് ബോസിന് പറയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഷാനവാസർക്ക് ഒരു പാവമാണ് കേട്ടോ. ഈ പറയുന്നതൊക്കെ ഒരു ഷോ കാണിക്കുന്നു എന്നല്ലാതെ ഷാനവാസിനൊന്നും ഒരാളെ പറ്റിക്കാനോ കളിപ്പിക്കാനോ ഒന്നും അറിയത്തില്ല. ഒരു ശുദ്ധൻ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് ഷാനവാസ്. അപ്പോൾ ഏതായാലും ശരി, ഈ ടാസ്ക് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഷാനവാസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആദില എവിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദില എവിക്റ്റ് ആകുന്നത് പ്രാങ്ക് ആണ്. അപ്പോൾ ഇതിന് ശേഷം ഉണ്ടാകുന്ന വലിയൊരു പൊട്ടിത്തെറിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അതായത് ഇത്രയും വലിയൊരു പ്രാങ്ക് ആണെന്ന് അറിയാതെയാണ് അവരെല്ലാവരും ഫേസ് ചെയ്യുന്നത്. അതായത് അക്ബറിന് മാത്രമേ അറിയത്തുള്ളൂ ഇത് ഫേക്ക് ആണ് എന്ന്. പക്ഷേ സസ്പെൻഷൻ ആണോ എവിക്ഷൻ ആണോ എന്നൊന്നും മനസ്സിലാകാതെ കോൺഫ്ലിക്റ്റ് ആയി കിടക്കുന്നത് ആര്യനും നെവിനുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ സാബുമാനോടും ലക്ഷ്മിയോടും ഇതൊരു ഒറിജിനൽ ഒരു എവിക്ഷൻ ആണ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പ്രാങ്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓക്കെ, പ്രാങ്ക് ആയിട്ടാണെങ്കിൽ പോലും ഷാനവാസ് തന്റെ പേരാണ് പറഞ്ഞത് എന്ന് ആദിലയ്ക്ക് പറയാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയായിട്ട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ലക്ഷ്മിയാണ് എവിക്റ്റ് ആകുന്നത് എന്ന്. അതായത് ഈ വീക്കിൽ എവിക്റ്റ് ആകുന്നത് ലക്ഷ്മിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഈ പറയുന്ന ഈ ഒരു പ്രാങ്കിന്റെ പേരിൽ തന്നെ ഷാനവാസ് കൺവിൻസ് ചെയ്തപ്പോൾ ബാക്കി എല്ലാവരും കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദില കുറച്ചുകൂടെ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
സോ ആദിലയ്ക്കും ആ ഒരു നല്ലൊരു കോണ്ടന്റ് കിട്ടാനുള്ള അവസരം ബിഗ് ബോസ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഷാനവാസിനെയും കുറച്ചുകൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ, എസ്പെഷ്യലി ആദിലയ്ക്ക് മുന്നിൽ. ആദില ഓൾറെഡി ഷാനവാസിനെ കുറിച്ചൊരു വിധി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് നന്നായിട്ടൊന്ന് കളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കൂടെ കണ്ടിട്ട് പറയാം. കാരണം ലൈവ് അല്ല പലപ്പോഴും എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ കാത്തിരുന്ന് കാണുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.